ആത്മസമർപ്പണത്തിന്റെ സന്ദേശവുമായി കേരളത്തിലും ഗൾഫ് രാഷ്ട്രങ്ങളിലും നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. കോഴിക്കോട് സംയുക്ത ഖാദി, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ബേപ്പൂർ ഖാദി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മുഖ്യ ഖാദി നാസിറുദ്ദീൻ അബ്ദുൽ ഹയ്യി, സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ മാസപ്പിറവി ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അതേസമയം 30 വ്രതങ്ങൾ പൂർത്തിയാക്കിയാണ് ഒമാൻ ഒഴികെയുള്ള GCCയിൽ നാളെ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ആത്മചൈതന്യത്തിന്റെയും ആത്മഹർഷത്തിന്റെയും നിറസാഫല്യവുമായി വന്നണഞ്ഞ ഈദുൽ ഫിത്തറിൽ കോഴിക്കോട് സംയുക്ത ഖാദിയും അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ജനറൽ സെക്രട്ടറിയുമായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ KMIC ന്യൂസ് ടൈമിൽ ലോകവിശ്വാസികൾക്ക് ഈദാശംസകൾ അർപ്പിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് മുസ്ലിം ലോകം പരിശുദ്ധ റമളാൻ മാസം മുഴുക്കെ വ്രതമനുഷ്ഠിക്കുകയും പരിശുദ്ധ ഖുർആൻ പാരായണം നടത്തുക, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, തറാവീഹ് നിസ്കരിക്കുക തുടങ്ങിയ പുണ്യകർമ്മങ്ങളെ കൊണ്ട് ആത്മീയ ചൈതന്യം കൈവരിക്കുകയും ചെയ്ത ഈ സന്ദർഭം മുസ്ലിം സമുദായത്തിന് അള്ളാഹു നിശ്ചയിച്ച ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമാണ് ഈദുൽ ഫിത്തർ. കേരളത്തിൽ കോഴിക്കോട് മുഖദാറിൽ തന്നെ മാസപ്പിറവി കണ്ടതനുസരിച്ച് വ്യക്തമായി ആളുകൾ സാക്ഷ്യം വഹിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് സംയുക്ത ജമാഅത്ത് ഖാദി എന്ന നിലയ്ക്ക് ഞാനും കോഴിക്കോട്ട് നേരത്തെ ഉണ്ടായിരുന്ന 2 ഖാദിമാർ മറ്റെല്ലാവരും പെരുന്നാളായി പ്രഖ്യാപിക്കുകയും അതിനെ തുടർന്ന് കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും നാളെ പെരുന്നാളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കർണാടകയിലും പെരുന്നാളായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സുദിനം നിശ്ചയിച്ചിട്ടുള്ളത് അനിസ്ലാമികമായ ആഹ്ലാദത്തിന് വേണ്ടിയല്ല, മറിച്ച് ഇസ്ലാമിക ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടുള്ള ആഹ്ലാദവും സന്തോഷവും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും ഇന്ന് ലോകത്ത് എവിടെ നോക്കിയാലും ഭരണാധികാരികളും ഭരണീയരും തമ്മിലും ജനങ്ങൾ തമ്മിലും ഏറ്റുമുട്ടലും ഭാവങ്ങളും കുഴപ്പങ്ങളുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കുറവുണ്ടായിരുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ. എങ്കിലും അസാം പ്രശ്നം ഇന്ത്യ രാജ്യത്തിന് ചെറിയ ഒരു മങ്ങലേൽപ്പിച്ചു എന്നതിൽ സംശയം ഇല്ല. അതിനാൽ അത്തരം സംഭവങ്ങൾ എവിടെയും ഉണ്ടാവാതിരിക്കാൻ മത സൗഹാർദ്ദവും മതമൈത്രിയും ഇസ്ലാം നിർദ്ദേശിക്കുന്നതനുസരിച്ച് നിലനിർത്താനും എല്ലാ ആളുകളും ഈ പെരുന്നാൾ സമയത്ത് പ്രത്യേകിച്ചും പ്രതിജ്ഞ എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങൾ ധാരാളം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്നവരും ഓരോ അനക്കവും അടക്കവും ഇവിടുത്തെ പണ്ഡിതരുടെ മാത്രം നോക്കി മാതൃകയാക്കി സ്വീകരിക്കുന്നവരുമാണ്. അതുകൊണ്ട് എല്ലാ പ്രവാസികൾക്കും പ്രത്യേകിച്ചും പൊതുജനങ്ങൾക്ക് പൊതുവായും സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സമസ്ത കേരള സുന്നി യുവജന സംഘം, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് തുടങ്ങി എല്ലാ സംഘടനകളുടെയും മറ്റ് സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും എല്ലാവിധ ആശംസകളും ഈ സമയത്ത് അറിയിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമദാനും അതിനോട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ
അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഈദ് സന്ദേശമാണ് KMIC ന്യൂസ് ടൈമിൽ നിങ്ങൾ കേട്ടത്. വാർത്തകൾ തുടരുന്നു.